നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. കളം പിടിക്കുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തലപൊക്കിയ വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പരിഹാരമായില്ലെങ്കിലും എല്ലാം പരിഹരിച്ചുവെന്നും വരുത്തി തീർത്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നടക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ആർക്കൊക്കെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിപ്പെടാനാവും എന്ന കാര്യത്തിൽ വലിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിനേതായാലും ഉത്തരം കിട്ടണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കണം. അതങ്ങനെ പോട്ടെ. ഏതായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ. 2 ദിവസമേ ഉള്ളൂ ഇനി. തിങ്കളാഴ്ചയാണ് അവസാന ദിവസം. അങ്ങനെ നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. വിശദമായ വിവരങ്ങളിലൊക്കെ വരാം. അതിനു മുമ്പ് തലക്കെട്ടുകൾ നോക്കി പെട്ടെന്ന് തിരിച്ചു വരാം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇനി 2 പ്രവൃത്തി ദിനങ്ങൾ മാത്രം. പത്രിക നൽകാൻ ജി സുധാകരൻ അടക്കമുള്ള പ്രമുഖരുടെ നീണ്ട നിര. താനൂരും വള്ളിക്കുന്നും സ്ഥാനാർത്ഥികളാകാതെ LDF. ഇറാനിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുവെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നത് ആലോചനയില്ലെന്നും ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി വെടിനിർത്തൽ കരാറിലേക്കില്ലെന്ന് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് പ്രയോജനപ്പെടുത്തുന്നവർ സംരക്ഷിക്കണമെന്നും US പ്രസിഡന്റ്. ഇറാനെ ആക്രമിക്കാൻ പശ്ചിമേഷ്യയിലെ താവളങ്ങൾ വിട്ടുനൽകി ബ്രിട്ടൻ. ബ്രിട്ടീഷ് ജനതയുടെ ജീവൻ അപകടത്തിലാകുന്ന നടപടിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. ഡോക്ടർ വന്ദന ദാസ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതി സന്ദീപിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷനും വന്ദനയുടെ കുടുംബവും. വിധി പറയുന്നത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. വന്ദന കൊല്ലപ്പെട്ടത് 2023 മെയ് 10. ISL സീസണിലെ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. എതിരാളികൾ പഞ്ചാബ് FC. ഹോം ഗ്രൗണ്ടിലെ മത്സരത്തിൽ വിജയപ്രതീക്ഷയിൽ ബ്ലാസ്റ്റേഴ്സ്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ മത്സരം രാത്രി 7:30. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും KC വേണുഗോപാൽ പക്ഷം കൈയടക്കിയതോടെ കടുത്ത അതൃപ്തിയിലാണ് എതിർചേരികൾ. ഭരണം കിട്ടുകയാണെങ്കിൽ MLA-മാരിലൂടെ കരുനീക്കത്തിന് തയ്യാറെടുത്ത നേതാക്കൾ. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് നേരിട്ടാലും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അധികാര തർക്കവും ചേരിപ്പോരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക, സ്ഥാനാർത്ഥി നിർണയം, അതുമായി ഉണ്ടായ പുകിലുകൾ, അതൊന്നും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. എല്ലാം കെട്ടടങ്ങിയെന്ന് ധരിച്ചുകൊണ്ടങ്ങ് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അതൊന്നുമില്ല. ഇപ്പോൾ അൺഫിൽഡ് പറഞ്ഞ ഇതിൽ നിന്ന് മനസ്സിലാക്കാനാവുന്ന KC വേണുഗോപാൽ പക്ഷമാണ് ഒരു കൂടുതൽ ആളുകളെയും കൈയടക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു അതൃപ്തി എതിർചേരിയിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ സീറ്റ് കിട്ടാത്ത ചില ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ള ആളുകളൊക്കെ, അവരൊക്കെ വേണുഗോപാൽ പക്ഷമാണ്, വേണുഗോപാൽ അവർക്ക് വേണ്ടി പറഞ്ഞിരുന്നു, എന്നിട്ടും സീറ്റ് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അൺഫിൽഡ്. നമ്മൾ ഈ 95 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ 92 കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. മറ്റു 3 CPM നിന്ന് വന്ന വിമതർ കൈവച്ചിട്ടിരിക്കുന്ന സീറ്റുകളാണ്. അങ്ങനെ ഈ 92 സീറ്റുകളിലും അതിലെ ഒറ്റപ്പാലത്ത് PK ശശി പോലും കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ സീറ്റുകളുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുടെ ബഹുഭൂരിപക്ഷം, ഏറെക്കുറെ ഒരു 3-1 സീറ്റ് പോലും, 3-1 സ്ഥാനാർത്ഥികൾ പോലും KC പക്ഷമാണ് എന്നൊരു വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ എതിർചേരികൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കാലാകാലങ്ങളായി കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ശക്തിയും അല്ലെങ്കിൽ ദൗർബല്യവും എന്നൊക്കെ തന്നെ രണ്ടും അവർ വിലയിരുത്തുന്നത് ഗ്രൂപ്പുകളുടെ ഒരു പക്ഷം തന്നെയാണ്. ഗ്രൂപ്പുകളുടെ ഒരു അതിപ്രസരം തന്നെയാണ് കോൺഗ്രസിന്റെ ശക്തിയും ദൗർബല്യവും ഒക്കെ എല്ലാ കാലത്തും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാലമൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ അപ്രമാദിത്വം കാണിച്ചിരുന്നത് A ഗ്രൂപ്പ് ആയിരുന്നു. ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാലഘട്ടത്തിൽ വർഷങ്ങളോളം കോൺഗ്രസിനെ അടക്കി ഭരിച്ചിരുന്ന A ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടി വന്ന ശേഷം A ഗ്രൂപ്പ് പലതും, അതിനുശേഷമാണ് ഗ്രൂപ്പിന്റെ സമവാക്യങ്ങളൊക്കെ മാറി മറിയുന്നൊരു കാഴ്ച കണ്ടത്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് A ഗ്രൂപ്പും I ഗ്രൂപ്പ് അപ്പോഴേക്കും കർണാടക
സുധാകരന്റെ കാലത്തിന് ശേഷം ഐ ഗ്രൂപ്പൊക്കെ ശോഷിക്കുന്ന ഒരു അവസ്ഥ കണ്ടു. ആ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ KC വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിയതോടുകൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ പക്ഷം വലിയ രീതിയിൽ അപ്രമാദിത്വത്തിലേക്ക് മാറുന്നു എന്നത്. ഇത് നേരത്തെ തന്നെയും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ തന്നെയും കെ സുധാകരനെ മാറ്റുന്ന ആ ഒരു സമയമൊക്കെ ഉണ്ടാകുമ്പോഴും അത്തരം ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ തന്നെയും ACC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാലിന്റെ തീരുമാനങ്ങൾക്കുള്ളോട് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം പലപ്പോഴും കീഴടങ്ങേണ്ടി വരുന്നു. KC വേണുഗോപാൽ പക്ഷം എപ്പോഴും ഈ ഹൈക്കമാൻഡിനെ വെച്ച് ഇവിടുത്തെ നേതൃത്വത്തെ കീഴടക്കുന്നത് വിമർശനമൊക്കെ പല ഘട്ടങ്ങളിലുമൊക്കെ ഇവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഉന്നയിച്ചാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി പട്ടികയെ വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗവും കൈയടക്കിയിരിക്കുന്നത് KC വേണുഗോപാൽ പക്ഷം ഏറ്റവും കൂടുതൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ഏറെക്കുറെ 5-6 നിയമസഭാ മണ്ഡലങ്ങളിലും KCയുടെ പക്ഷക്കാരാണുള്ളത്. തിരുവനന്തപുരത്തും ഇടുക്കിയിലും കോഴിക്കോട് അങ്ങനെ ജില്ലകൾ തിരിച്ചു നോക്കുമ്പോൾ ഏറെക്കുറെ എല്ലായിടത്തും തിരുവനന്തപുരത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ K മുരളീധരൻ ഒഴികെ ഏറെക്കുറെ എല്ലാവരുമൊക്കെ KCയുടെ പക്ഷക്കാരെന്ന് തന്നെ വിലയിരുത്തുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ പക്ഷക്കാരും അതോടൊപ്പം VD സതീശന്റെ പക്ഷക്കാരും ഒക്കെ തന്നെ വളരെ ചുരുങ്ങിയ ആൾക്കാരായി മാത്രമായി ഇത് പട്ടികയിൽ ഇടം തേടുമ്പോൾ എതിർചേരിയിലുള്ളവർക്ക് കടുത്ത വിമർശനവും വിയോജിപ്പും ഒക്കെയാണ്. കാരണം ഇത് വരുമ്പോൾ ഒരു പക്ഷേ ഭരണം കിട്ടുന്നൊരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാകും ഇതിനെ നേരിടുക? ഇപ്പോൾ ടീം UDF എന്ന ഒറ്റക്കെട്ട് എന്ന പ്രചാരണം ശക്തമാക്കി തന്നെ ഒറ്റക്കെട്ടാണ് ടീം UDF എന്ന പ്രചാരണത്തിലൂടെ മുന്നോട്ട് പോകുന്നു. അതിനകത്ത് മറ്റൊരു തർക്കവുമില്ല. ഒരുപക്ഷെ കെ സുധാകരൻ ഉയർത്തിയ ആ സമ്മർദ്ദമൊക്കെ അതിജീവിച്ചിരിക്കുകയാണ്. ഇനി കെ സുധാകരൻ ഇന്നു മുതൽ കളത്തിലിറങ്ങുന്നു. പ്രചാരണത്തിനായി എല്ലാ സ്ഥാനാർത്ഥികൾക്കും പ്രചാരണത്തിനായി കെ സുധാകരൻ പോകുന്നു. അവിടെ കണ്ണൂരിനപ്പുറത്തേക്ക് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്നെയും കെ സുധാകരനെ കൊണ്ടുവരാനുള്ള നീക്കവും കോൺഗ്രസ് നടത്തുകയാണ്. അതായത് കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നില്ല. കെ സുധാകരൻ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടുവെങ്കിൽ പോലും അദ്ദേഹം സജീവമായി തന്നെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് എന്നൊരു പ്രതീതി ജനിപ്പിക്കാനായി പരമാവധി അദ്ദേഹത്തെ എല്ലായിടത്തും കൊണ്ടുവരാനുള്ള നീക്കമൊക്കെ നടത്തുകയാണ് കോൺഗ്രസ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ അവർ ഒറ്റക്കെട്ടായി നേരിട്ടാലും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കോൺഗ്രസ് ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിലെ അധികാര തർക്കങ്ങൾ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷെ തൽക്കാലം ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ KC പക്ഷം ഭൂരിപക്ഷം നേടിയതിൽ കടുത്ത വിയോജിപ്പിലും കടുത്ത അതൃപ്തിയിലും തന്നെയാണ്. ഒരുപക്ഷെ ഈ അതായത് നിലവിലെ MP-മാർ പോലും മത്സരിക്കേണ്ടതില്ല എന്ന ആദ്യമേ ഒരു ആശയം മുന്നോട്ട് വെച്ചത് സംസ്ഥാന നേതൃത്വം. ഈ KC വേണുഗോപാൽ പക്ഷം മുഴുവനായും കൈയടക്കി എന്ന് പറയുമ്പോഴും വേണുഗോപാലിന്റെ ചില ആളുകളും അസംതൃപ്തരായിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് കരുതിയിരുന്നു, പക്ഷെ തള്ളിയ ആളുകളുണ്ട്. അത് എറണാകുളത്ത് അത് എറണാകുളം ജില്ലയിൽ മാത്രമാണ് KC പക്ഷക്കാർക്ക് കുറഞ്ഞു പോയത്. അത് കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസും ഒപ്പം DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിന് വേണ്ടിയാണ് ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള പോരാട്ടമൊക്കെ നടന്നത്. ഈ DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസ് VD സതീഷ് പക്ഷമാണ്, VDയുടെ പക്ഷമാണ്. അപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ആ ഒരു സീറ്റിന് വേണ്ടി തർക്കം നടത്തുമ്പോൾ ദീപ്തി മേരി വർഗീസിന് വേണ്ടി വലിയ രീതിയിൽ തന്നെ ആ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകളൊക്കെ തന്നെയും ബാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ VD സതീഷിന്റെ പക്ഷക്കാരനായ മുഹമ്മദ് ഷിയാസിന് വേണ്ടി തന്നെ അവസരം കീഴടങ്ങേണ്ടി വന്നു. KC വേണുഗോപാൽ തന്നെ ദീപ്തിയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് നിലവിലെ ഈ പട്ടിക നോക്കുമ്പോൾ ഓരോ ജില്ലകൾ തിരിച്ചു നോക്കുമ്പോൾ എറണാകുളത്ത് മാത്രമാണ് KC പക്ഷത്തിന് ഭൂരിപക്ഷം കുറഞ്ഞു പോയിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും ഏറെക്കുറെ തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ KC പക്ഷം എന്നൊരു വിമർശനമാണ് ഈ പട്ടിക നോക്കുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനകത്ത് കൃത്യമായി ഇവർ KC പക്ഷക്കാരാണ് എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. A ഗ്രൂപ്പും ഒപ്പം തന്നെ I ഗ്രൂപ്പും ശോഷിച്ചു പോയ I ഗ്രൂപ്പിൽ നിന്നൊക്കെ പലരും ഗ്രൂപ്പുകൾ മാറി വന്നപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായി KC പക്ഷമാണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഭൂരിപക്ഷം കൈയടക്കിയിരിക്കുന്നത് KC പക്ഷക്കാർ തന്നെയാണ്. അവരിപ്പോൾ പലരും ഒളിഞ്ഞും തെളിഞ്ഞും KCയോടൊപ്പം നിൽക്കുന്നതാണ്. ഈ വർക്കിംഗ് പ്രസിഡന്റുമാർ പോലും ഒരുപക്ഷെ PC വിശ്വനാഥും ഈ ഒപ്പം തന്നെയും ഷാഫി പറമ്പിലൊക്കെ A ഗ്രൂപ്പാണോ ഉമ്മൻചാണ്ടി പക്ഷമാണോ എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ നിലവിലെ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറിയപ്പോൾ ഇവരൊക്കെ തന്നെയും KC പക്ഷത്തേക്ക് മാറുകയും ഈ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ഈ 4 ദിവസ ചർച്ചകളിലൊക്കെ തന്നെയും ഇവരുടെ ഒരു അഭിപ്രായം, ഇവരുടെ ഒരു മേൽക്കോയ്മയും വലിയ രീതിയിൽ പ്രകടമായിരുന്നു എന്നാണ് ഈ KPCC-യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതും മാത്രവുമല്ല ഈ വിജ്ഞാപനമായത് MP-മാർ മത്സരിക്കേണ്ട, അത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്ന വിഷയങ്ങൾ അത് നമ്മൾ അറിഞ്ഞതാണ്. 3-4 ദിവസം കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തുകയുണ്ടായി സുധാകരൻ മാത്രമൊന്നുമല്ല, മറ്റ് MP-മാരും അതുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. ഞാനിത് പറഞ്ഞത് ഈ MP-മാരുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ
പല നേതാക്കളുടെ ഭാഗത്തും കുറ്റം വന്നു എന്ന് പറയുന്നുണ്ട്. സതീശനെ പറയുന്നവരുണ്ട്, രമേശ് ചെന്നിത്തല വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം MP-മാർ മത്സരിക്കേണ്ട എന്ന ആ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്തത് ആരാണ്? അത് KC വേണുഗോപാൽ തന്നെയല്ലേ? KC വേണുഗോപാൽ തന്നെയല്ലേ ഹൈക്കമാൻഡിനെ അക്കാര്യം കൃത്യമായി ധരിപ്പിച്ചത്? ഇപ്പോഴല്ല, നേരത്തെ തന്നെ. അതായത് മായ, ഈ തീരുമാനം MP-മാരും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന ചർച്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആദ്യം വരുന്നത് KPCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതായത് സംസ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ആവശ്യം ഡൽഹിയിലെത്തുന്നത്. അത് ഇപ്പോഴല്ല, ഇതിനു മുമ്പ് തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. അതുപോലും KC വേണുഗോപാൽ പറയുന്നത് അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം വളരെ നേരത്തെ തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ എത്തുന്നു. അതുകൊണ്ട് തന്നെ വെട്ടാനായി തന്നെ ഒതുക്കാനാണോ എന്നൊരു ആരോപണവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച സംസ്ഥാന നേതൃത്വം ഉണ്ടായിരുന്നു. പിന്നീടാണ് ആ തീരുമാനങ്ങളൊക്കെ മാറ്റി അതൊരു ഹൈക്കമാൻഡിന്റെ ഒരു പൊതു നിർദ്ദേശം എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ആയാലും മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും അങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ കൃത്യമായി തന്നെ 6 മാസത്തിന് മുമ്പ് തന്നെ ഇത്തവണ നിലവിലെ MP-മാർ ആരും തന്നെ മത്സരിക്കേണ്ട, അങ്ങനെ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിച്ഛായ അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ചില സർവേകൾ പോലും കനകോലൂരിന്റെ ഉൾപ്പെടെയുള്ള ചില സർവേകളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പോലും ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം അവർ അംഗീകരിക്കുകയായിരുന്നു. അത് അങ്ങനെയാണ് ഈ MP-മാർക്കൊക്കെ തന്നെയും മത്സരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. എന്നാൽ അതിനുശേഷം K. സുധാകരൻ ഉയർത്തുന്നത് അദ്ദേഹത്തോട് രാഹുൽ ഗാന്ധി KPCC അധ്യക്ഷ പദം ഒഴിയുന്ന സമയത്ത് നേരിട്ട് കൊടുത്ത വാക്കാണ് അദ്ദേഹം എന്തായാലും കണ്ണൂരിൽ അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് ഉണ്ടാകുമെന്ന്. ആ വാക്കിൽ കൃത്യമായ വാക്ക് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് K. സുധാകരൻ ഡൽഹിയിൽ ഇത്രയേറെ സമ്മർദ്ദം ഉയർത്തുകയൊക്കെ ചെയ്തത്. ആ കഥകളൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനു മുന്നിൽ പോലും ഒരു അതായത് ഒരു അയവ് രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചത് ഈ KC വേണുഗോപാലാണ്. കാരണം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് MP-മാരിൽ ഉയർത്തി സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെ ഈ പട്ടിക വൈകിപ്പിക്കുന്നതിൽ പോലും KCയുടെ ഒരു തന്ത്രമുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള ഒരു വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. പക്ഷേ എന്തൊക്കെയായാലും അത്തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രചാരണ ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഒറ്റക്കെട്ടായി പ്രചരിക്കുന്നു. മറ്റുണ്ടാകുന്ന ഈ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള തർക്കങ്ങളോ ഒക്കെ തന്നെയും അവർ പൂർണ്ണമായും തള്ളുകയാണ്, നിഷേധിക്കുകയാണ്. അത്തരത്തിലുള്ള തർക്കങ്ങൾ, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എല്ലാ കാലവും കോൺഗ്രസ് നേരിട്ടിട്ടുള്ളതാണ്. കാരണം മുമ്പൊക്കെ തന്നെ 2014 ഉമ്മൻചാണ്ടി ഈ ചർച്ചയിൽ നിന്നൊക്കെ ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചർച്ചയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് കരുണാകരന്റെ കാലത്തും മേക്കാൻഡിന്റെ കാലത്തുമൊക്കെ തന്നെ ഇതുപോലെ എത്രയോ പൊട്ടിത്തെറികൾ കണ്ട് ശീലിച്ചതാണ് കോൺഗ്രസ്. അതുകൊണ്ട് സ്വാഭാവികമായി ഉണ്ടായ ഒരു തർക്കം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പൊട്ടിമുളച്ചൊരു വിഷയമായി. ശരിയാണ് ആൽഫ്രഡ്. മറ്റൊരു കാര്യം, ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇനി 2 പ്രവൃത്തി ദിനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ബാക്കി. സ്ഥാനാർത്ഥികളൊക്കെ നെട്ടോട്ടത്തിലാണെന്ന് തോന്നുന്നു നാമനിർദ്ദേശ പത്രിക നൽകാൻ, അല്ലേ? തീർച്ചയായും ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക. അതായത് വർക്കിംഗ് ദിവസം നോക്കുമ്പോൾ 23 അവസാന ദിവസം. അപ്പോൾ ഇന്ന് നാളെ അവധി ദിവസമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നും തിങ്കളാഴ്ച ഈ 2 ദിവസങ്ങൾ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആകെയുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വലിയ രീതിയിൽ സംസ്ഥാനത്ത് മുഴുവൻ പ്രമുഖർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ തന്നെ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് പേരാവൂരിൽ അദ്ദേഹം പത്രിക സമർപ്പിക്കുന്നു. ഇവിടെ BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ മന്ത്രിമാർ, തിരുവനന്തപുരത്തെ മന്ത്രി V. ശിവൻകുട്ടി അടക്കമുള്ളവരൊക്കെ തന്നെയും എല്ലാ പ്രമുഖരും ഇന്നത്തെ ദിവസമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതിന്റെ ഒരു തള്ളിക്കയറ്റം ഇന്ന് കാണാൻ കഴിയും. കാരണം വെറും 2 ദിവസം മാത്രമാണുള്ളത്. അത് ശരി. ആൽഫ്രഡ് ഡിസൂസയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. മുൻകാല അനുഭവമാണ് തന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. അമൃത TVയുടെ നോട്ട് ദ പോയിന്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത്.
അവിടെ എനിക്ക് അതിനോട് ചേർത്ത് ചോദിക്കാനുള്ളൊരു കാര്യം, താങ്കൾ പറഞ്ഞതായി മാധ്യമങ്ങളിൽ വന്നാണ് ഈ കോന്നിയിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ രീതിയിൽ, അതായത് അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീ അടൂർ പ്രകാശ് കൂടി നിർദ്ദേശിച്ച ഒരാളുടെ കാര്യത്തിൽ അങ്ങനെ അതിനകത്തെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ നിന്ന് ആറ്റിങ്ങൽ മത്സരിക്കാൻ വന്നു, ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പാർട്ടി തന്നെ ചോദിച്ചു, ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു പേര് പറഞ്ഞു എങ്കിലും ആ സ്ഥാനാർത്ഥി വന്നില്ല. ആ സ്ഥാനാർത്ഥി വരാതെ ഇരുന്നപ്പോൾ അവിടെ പുതിയ ആൾ വന്ന് മത്സരിച്ചു, പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ പരാജയത്തിൻ്റെ മുഴുവൻ ചുമതലകളും അടൂർ പ്രകാശ് ഏൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഞാനാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പ്രയാസങ്ങളും അത് മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ആദ്യം തന്നെ ഈ വാക്ക് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയാനുള്ള കാരണം ഇതാണ്, എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, എന്നെ ഈ ബൈ ഇലക്ഷൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരാളിനെ നിർത്താതെ പുതിയ ആളിനെ നിർത്തി പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അടൂർ പ്രകാശിൻ്റെ മണ്ടയ്ക്കാക്കി. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. കോന്നിയിൽ താൻ മത്സരിക്കണമെന്നത് അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹമായിരുന്നുവെന്നും സീറ്റിനായി പിടിവാശി കാട്ടി എന്നുള്ള വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും അടൂർ പ്രകാശ് പറയുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി വോട്ട് തേടുന്ന പതിവ് കോൺഗ്രസിനില്ല എന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ AICC നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അല്ല, അത് വാർത്തകൾ ഇങ്ങനെ ആർക്കും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ വാർത്തകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് അതെല്ലാം യാഥാർത്ഥ്യമാകണം എന്നില്ല. അത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. അതിന് ചില ചട്ടക്കൂടുകളുണ്ട്. അവരെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരായിരിക്കണം മുഖ്യമന്ത്രി. അത് ഇന്ന ആളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവരായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം തന്നെ വന്നപ്പോൾ അല്പം വൈകിയപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ ആക്ഷേപിച്ചു. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഉടനെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഞങ്ങൾക്ക് ഉള്ള ഒരു ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ പല ആളുകളുമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനങ്ങൾ അല്പം വൈകി, അത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിനകത്ത് യാതൊരു കോട്ടവുമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ യുക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുത്തിരിക്കും. UDF കൺവീനർ അടൂർ പ്രകാശ് പങ്കെടുത്ത നോട്ട് ദി പോയിന്റ് ഇന്ന് വൈകിട്ട് 6:45 അമൃത TVയിൽ കാണാം. മറ്റു വാർത്തകൾ നോക്കാം. ഇടുക്കി സീറ്റ് പിടിച്ചെടുത്ത കോൺഗ്രസ് നടപടിക്കെതിരെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ അസംതൃപ്തി പുകയുകയാണ്. റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണം എന്ന വാദം ഉയർത്തിയാണ് ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തത്. 1977 രൂപീകരിച്ച ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ അരനൂറ്റാണ്ടിനിടെ UDFൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് 2 തവണ മാത്രം. 8 തവണയും സീറ്റ് കേരള കോൺഗ്രസിനായിരുന്നു. ഇതിൽ 2 തവണ മാത്രമാണ് LDFന് വിജയിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 25 വർഷമായി റോഷി അഗസ്റ്റിനാണ് MLA. 2021 കേരള കോൺഗ്രസ് മാണി ജോസഫ് വിഭാഗങ്ങൾ നേർക്കുനേർ മത്സരമായിരുന്നു. എന്നാൽ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്ന DCCയുടെ ആവശ്യം മുന്നണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അവസാനം കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിവാശിക്ക് മുമ്പിൽ കേരള കോൺഗ്രസ് കീഴടങ്ങി. സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തു. KPCC വൈസ് പ്രസിഡന്റ് റോയി കെ പൗലോസാണ് UDF സ്ഥാനാർത്ഥി. കോൺഗ്രസ് സീറ്റ് പിടിച്ചെടുത്തതിൽ കേരള കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഇപ്പോഴും അസംതൃപ്തിയിലാണ്. PJ ജോസഫ് സാർ ഒരു തീരുമാനം എടുക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കും. അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷേ എത്രമാത്രം അണികളുടെ ഇടയിൽ അത് സ്വാധീനിക്കപ്പെടുമെന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഞാനിപ്പം പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അണികളുടെ ഇടയിൽ കേരള കോൺഗ്രസ് സീറ്റിനെ സംബന്ധിച്ച് വികാരമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ എത്രമാത്രം അത് തണുപ്പിക്കാൻ പറ്റും ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്ക UDF നേതൃത്വത്തിനുണ്ട്. റോയി കെ പൗലോസ് സ്ഥാനാർത്ഥിയായതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും അസംതൃപ്തിയിലാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടായത് അപ്രതീക്ഷിത മാറ്റങ്ങളാണ്. ഹൈക്കമാൻഡ് ഇടപെടലിനെ തുടർന്ന് പ്രതീക്ഷിച്ച പലർക്കും സ്ഥാനാർത്ഥിത്വം നഷ്ടമായി. പ്രചരണം ആരംഭിച്ചവർക്ക് പോലും നിരാശരാകേണ്ടിയും വന്നു.
ഇടുക്കിയിൽ പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല എന്നീ 3 സീറ്റുകളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നത്. ഇത്തവണ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തു. ഇടുക്കിയിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ എന്നിവരുടെ പേരുകൾക്കായിരുന്നു മുൻതൂക്കം. എന്നാൽ KC വേണുഗോപാലിന്റെ ഇടപെടലിനെ തുടർന്ന് അവസാന നിമിഷം സ്ഥാനാർത്ഥിയായത് KPCC വൈസ് പ്രസിഡന്റ് റോയി കെ പൗലോസ്. ഉടുമ്പൻചോലയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസിനെയാണ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നത്. നവമാധ്യമങ്ങളിലൂടെ മിനി പ്രചരണവും തുടങ്ങി. എന്നാൽ അവസാന നിമിഷം ഹൈക്കമാൻഡ് ഇടപെടലിനെ തുടർന്ന് സേനാപതി വേണു സ്ഥാനാർത്ഥിയായി. 2016-ൽ MM മണിക്കെതിരെ 1109 വോട്ടുകൾക്കാണ് സേനാപതി വേണു പരാജയപ്പെട്ടത്. ഇത്തവണ MM മണി മത്സരരംഗത്ത് ഇല്ലാത്തതിനാൽ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഇതാണ് അവസാന നിമിഷം സേനാപതി വേണുവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ കാരണം. പീരുമേട്ടിൽ മുമ്പ് 2 തവണ പരാജയപ്പെട്ട സിറിയക് തോമസ് വീണ്ടും സ്ഥാനാർത്ഥിയായി. 2 തവണ പരാജയപ്പെട്ടവർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനം മറികടന്നാണ് സിറിയക് തോമസിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത്. ദേവികുളത്ത് KPCC ഉന്നതാധികാര സമിതി അംഗം AK മണിയുടെ പേര് വെട്ടിയാണ് F രാജയെ രംഗത്തിറക്കിയത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ മത്സരിക്കാനെത്തിയതോടെ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന പലരും നിരാശയിലാണ്. ഇത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും പ്രവർത്തകർക്കുണ്ട്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കാസർഗോഡ് നിയോജകമണ്ഡലത്തിൽ ഷാനവാസ് പാദൂർ ഇടത് സ്വതന്ത്രനായി മത്സരിക്കും. LDF നേതൃത്വം INL-ന് വേണ്ടി നീക്കിവെച്ച സീറ്റിലാണ് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ഷാനവാസ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാവും. നേരത്തെ മഞ്ചേശ്വരത്തേക്ക് CPM ഷാനവാസിനെ പരിഗണിച്ച ശേഷം ഒഴിവാക്കിയിരുന്നു. ഷാനവാസ് പാദൂർ മത്സരരംഗത്ത് എത്തുന്നത് കാസർഗോഡ് നിയോജകമണ്ഡലത്തിൽ UDF നേതൃത്വത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തും. കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദന ദാസ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദവും സമനില തെറ്റിയ ആക്രമണമെന്ന പ്രതിഭാഗത്തിന്റെ വാദവും കേട്ട കോടതി ശിക്ഷാവിധി പറയാൻ മാറ്റുകയായിരുന്നു. കുറ്റം ചെയ്തത് മനഃപൂർവ്വമായിരുന്നില്ലെന്നും പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണെന്നുമായിരുന്നു പ്രതി സന്ദീപ് കോടതിയിൽ പറഞ്ഞത്. ശിക്ഷാവിധിയിൽ ഇളവ് നൽകണമെന്നും പ്രായമായ അമ്മയെ കാണാൻ അവസരം നൽകണമെന്നും സന്ദീപ് കോടതിയോട് അപേക്ഷിച്ചു. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമായി കണക്കാക്കി പരമാവധി ശിക്ഷ നൽകണമെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. നടന്നത് ക്രൂര കൊലപാതകമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. സന്ദീപ് ആശുപത്രിയിലെത്തിയത് ഡോക്ടറെ കൊലപ്പെടുത്താനായിരുന്നില്ലെന്നും സമനില തെറ്റി സംഭവിച്ചു പോയതാണെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മാനസിക നില തെറ്റിയ ഒരാളുടെ പെരുമാറ്റമായി കണ്ട് വധശിക്ഷ നൽകരുതെന്നും പ്രതിഭാഗം വാദിച്ചു. 2023 മെയ് 10-നായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ സർജിക്കൽ കത്രിക ഉപയോഗിച്ച് സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത്. പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ട കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജ് PN വിനോദാണ് കേസിൽ ശിക്ഷാവിധി പറയുന്നത്. 2 വർഷവും 10 മാസവും 11 ദിവസവും തികയുമ്പോഴാണ് ഒരു യുവ ഡോക്ടറുടെ ജീവൻ കവർന്ന ക്രൂരതയ്ക്ക് കോടതി വിധി പറയാനൊരുങ്ങുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ഇറാനിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുവെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നത് ആലോചനയിലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ വെടിനിർത്തൽ കരാറിലേക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷണ ചുമതല മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന കർശന നിർദ്ദേശവും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ മടിച്ചു നിൽക്കുന്ന നാറ്റോ സഖ്യകക്ഷികളെ ട്രംപ് കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അമേരിക്കയെ സഹായിക്കാൻ മടിക്കുന്ന സഖ്യകക്ഷികളെ ഭീരുക്കൾ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യത്തിന് പശ്ചിമേഷ്യയിലെ ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകി UK. അതേസമയം ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകുന്നത് കുറച്ചുകൂടി നേരത്തെ വേണ്ടിയിരുന്നുവെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. എന്നാൽ ബ്രിട്ടനെതിരെ രൂക്ഷ വിമർശനമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ഉന്നയിച്ചത്. ബ്രിട്ടീഷ് പൗരന്മാരിൽ ഏറിയ പങ്കും ഇസ്രയേൽ അമേരിക്കയുടെ യുദ്ധ താൽപ്പര്യങ്ങളിൽ പങ്കുചേരാൻ താൽപ്പര്യപ്പെടാത്തവരാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അവഗണിക്കുന്ന നടപടിയിലൂടെ ബ്രിട്ടീഷുകാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ചെയ്തത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ആഞ്ഞടിച്ചു. സ്വയം പ്രതിരോധത്തിനായുള്ള മാർഗങ്ങൾ അവലംബിക്കാൻ ഇറാന് അവകാശമുണ്ട് എന്നും വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. തിരുവനന്തപുരം ഉള്ളൂരിൽ ദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആക്കുളം മാവടിനട പുഷ്പാഭവനിൽ
74-കാരനായ രഘുനാഥൻ നായർ, ഭാര്യ 57 വയസ്സുള്ള പുഷ്പ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളെ പഴക്കമുള്ളതായി സംശയിക്കുന്നു. രഘുനാഥൻ നായർ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിലും പുഷ്പയുടെ മൃതദേഹം തറയിലുമാണ് കിടന്നിരുന്നത്. വീട്ടിൽ നിന്ന് ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി 9-ഓടെ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 11 ജില്ലകളിൽ ഞായറാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത ചൂടായിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം. ഞായറാഴ്ച വരെ 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയ്ക്കൊപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പവും വർദ്ധിക്കും. മലയോര മേഖലകളിലൊഴികെ ചൂട് വർദ്ധിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിനും അസ്വസ്ഥതകൾക്കും കാരണമായേക്കും. ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്നും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നിയമസഭാ മണ്ഡലം. എന്നാൽ കൊടുവള്ളിയുടെ മണ്ണിൽ UDFനെ വിറപ്പിച്ച ചരിത്രവുമുണ്ട് LDFന്. 2006-ലും 2016-ലും ഉണ്ടായ അട്ടിമറി വിജയം പ്രതീക്ഷിച്ചാണ് LDF 2026-ൽ ഇവിടെ പോരിനിറങ്ങുന്നത്. MM രാഗേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്വർണ്ണ വ്യാപാരത്തിലൂടെ പേരുകേട്ട കൊടുവള്ളി രാഷ്ട്രീയമായി ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. 1957 മുതൽ 2001 വരെ UDFന്റെ അപ്രമാദിത്യമുള്ള മണ്ഡലം 2006-ലാണ് ആദ്യമായി കൈവിടുന്നത്. മുസ്ലിം ലീഗിൽ നിന്നെത്തിയ PTA റഹീമിനെ സ്വതന്ത്രനായി മുന്നിൽ നിർത്തി LDF നടത്തിയ തന്ത്രപരമായ നീക്കത്തിൽ UDFന് കാലിടറി. 7500-ലധികം വോട്ടുകൾക്കാണ് K മുരളീധരനെ PTA റഹീം അടിയറവ് പറയിപ്പിച്ചത്. പക്ഷേ 2011-ൽ VM ഉമ്മറിലൂടെ 16552 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും UDF മണ്ഡലം തിരിച്ചുപിടിച്ചു. 2016 എത്തിയപ്പോൾ വീണ്ടും മണ്ഡലത്തിൽ LDFന്റെ ചെക്ക്. 2006-ന്റെ തനിയാവർത്തനം. ലീഗിൽ നിന്നും സ്വതന്ത്രനായി കൊണ്ടുവന്ന കാരാട്ട് റസാക്കിലൂടെ MA റസാക്കിനെതിരെ 573 വോട്ടുകൾക്ക് LDFന് ജയം. ഇത്തവണ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവ് PK ഫിറോസാണ് സ്ഥാനാർത്ഥി എന്നത് UDF ക്യാമ്പിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എൻ്റെ ഒരു നാട് തന്നെയാണ്. ഞാൻ പഠിച്ചു വളർന്നൊരു പ്രദേശമാണ്. ആ പ്രദേശത്തൊരു ജനപ്രതിനിധിയാവാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരുപാട് മുതിർന്ന നേതാക്കന്മാർ, വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ ജനപ്രതിയായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അഹമ്മദ് സാഹിബ് മുതൽ ഏറ്റവും ഒടുവിൽ ഡോക്ടർ MK മുനീർ വരെയുള്ള ഒരു നിര പരിശോധിച്ചാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ഒരു പിന്മുറക്കാരൻ എന്ന രീതിയിലൊരു യുവ ജനപ്രതിനിധിയായി പാർട്ടി മത്സരിക്കാൻ അവസരം നൽകുക എന്ന് പറയുന്നത് വ്യക്തിപരമായി വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. UDF ക്യാമ്പിലെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച CPM വീണ്ടും സ്വതന്ത്രനെയാണ് അവതരിപ്പിക്കുന്നത്. സീറ്റ് അധികം ചോദിച്ച RJDയിൽ നിന്നുമുള്ള നേതാവ് സലീം മടവൂരാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. കാന്തപുരം വിഭാഗത്തിന്റെ പിന്തുണയും നാട്ടുകാരൻ എന്ന പരിഗണനയും തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരാവശ്യത്തിന് പാതിരാത്രി വിളിച്ചിട്ട്, രാത്രി 10 മണിക്കും രാവിലെ 6 മണിക്കും പകലുണ്ടാവും കേട്ടോ, ആ സമയത്ത് എന്നെ മൊബൈൽ ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയോ സൈലൻ്റ് ആക്കി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കോളും എടുത്തിട്ടുണ്ട്, ഞാൻ ഇടപെട്ടിട്ടുണ്ട്, പോകേണ്ടത് പോയിട്ടുണ്ട്, വിളിക്കേണ്ടത് വിളിച്ചിട്ടുണ്ട്, സഹായം എത്തിക്കേണ്ടത് എത്തിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരാളുടെ കോൾ മിസ്ഡ് കോൾ ആയി പോയി അല്ലെ ഞാൻ എടുക്കാതിരുന്ന ഒരാളുണ്ടെങ്കിൽ അത് പറയട്ടെ. അപ്പോൾ ഞാൻ പൂർണ്ണമായും ജനങ്ങളെ സേവിക്കാൻ സന്നദ്ധനാണ്. എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും, അവരുടെ കൂടെ ഞാൻ പ്രവർത്തിക്കും. 2006-ലും 2016-ലും മുസ്ലിം ലീഗിൽ നിന്നുള്ള വിമതരെ മുന്നിൽ നിർത്തിയാണ് UDFനെ LDF തോൽപ്പിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA കാരാട്ട് റസാക്കിനെ 6344 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് MK മുനീർ പരാജയപ്പെടുത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. 2006-ലും 2016-ലും LDF, 2026-ൽ കൊടുവള്ളി ആരെ പിന്തുണയ്ക്കുമെന്ന് കാത്തിരുന്ന് കാണാം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായതോടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം വോട്ടർമാരും ഏറെ ആവേശത്തിലാണ്.
തിരഞ്ഞെടുപ്പ് ചർച്ചകളും ചൂടുപിടിക്കുകയാണ്. വട്ടിയൂർക്കാവിലെ വോട്ടർമാരുടെ മനസ്സറിയാം. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും അൻഫിൽ ഡിസൂസ തത്സമയം ചേരുകയാണ്. മായ, തീർച്ചയായും ഇവിടെ വട്ടിയൂർക്കാവ് നമുക്കറിയാം വലിയ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് തന്നെ തലസ്ഥാന ജില്ലയ്ക്ക് എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സരം എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നൊരു മണ്ഡലം കൂടിയാണ് ഈ നേമം വട്ടിയൂർക്കാവ് എന്നൊക്കെ പറയുന്നത്. കാരണം BJPക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരു മണ്ണാണ്. ഏറ്റവും കൂടുതൽ ശക്തമായ തീപാറുന്ന പോരാട്ടമൊക്കെ നടക്കുന്ന മണ്ണാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ആയിരുന്നു. കോൺഗ്രസിൽ നിന്ന് VK പ്രശാന്ത് ബൈ ഇലക്ഷനിലൂടെ മേയറായിരുന്ന VK പ്രശാന്ത് മേയർ ബ്രോ വന്ന മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. അതിനുശേഷം പടിപ്പടിയായി BJPയുടെ വളർച്ച, ഇതൊക്കെ തന്നെ പല രാഷ്ട്രീയ വളർച്ചകൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചൊരു മണ്ണ് കൂടിയാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ഈ സ്ഥാനാർത്ഥി ചിത്രമൊക്കെ പുറത്തുനിന്നോട് ജനങ്ങളൊക്കെ ആവേശത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വട്ടിയൂർക്കാവ് ജംഗ്ഷനിലുള്ള ഒരു ഗ്രന്ഥശാലയ്ക്ക് എതിർവശത്തായി ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ഈ ചായക്കട നമുക്കറിയാലോ, ചായക്കടകളാണ് എല്ലാ കാലത്തും രാഷ്ട്രീയ ചർച്ചകളും തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കൊക്കെ ചൂടേറിയ ആവേശമായ ചർച്ചകളൊക്കെ നടക്കുന്നത്. രാവിലെ തന്നെ ആൾക്കാരൊക്കെ പത്രമൊക്കെ വായിക്കുന്ന ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെ ഉഷാറല്ലേ? വളരെ ഉഷാറാണ്, അതിന് യാതൊരു സംശയവുമില്ല. എങ്ങനെയാ വട്ടിയൂർക്കാവിന്റെ ഒക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വട്ടിയൂർക്കാവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ മോശമാണ്. എന്നാൽ അത് ഇപ്പം മാറ്റിയെടുക്കുന്നുള്ളത് പൂർണ്ണ നിശ്ചയത്തോടെ വളരെ പ്രയത്നത്തിലൂടെ തന്നെ മുരളി ഏറ്റെടുക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. മുരളി താവളമാണിത്, ലീഡറിൻ്റെ മകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ലീഡ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന പയറ്റി തിരിഞ്ഞ ആളാണ്. പക്ഷേ ഇന്നിടത്താണ് ഞാൻ നിൽക്കുകയുള്ളൂ, ഇന്നിടത്തെ ഞാൻ ജയിക്കുകയുള്ളൂ, ജയിക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന വ്യക്തിയല്ല. കേരളത്തിൽ എവിടെ നിർത്തിയാലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ നിർത്തിയാലും പോയി നിൽക്കുന്ന ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ് K. മുരളീധരൻ. അതെ, ഇവിടെ കുറെ പേര് ഈ ആൾക്കാരുടെ, അതായത് K. കരുണാകരന്റെ ലീഡറിന്റെ ഒരു മണ്ണ്, K. കരുണാകരന്റെ ഒക്കെ ഒരു തട്ടമൊക്കെ ആയിരുന്നതിന്റെ ഒരു ഇതിൽ മുരളീധരന്റെ പക്ഷവും മുരളീധരൻ അതുപോലെ VK പക്ഷം എല്ലാവർക്കും പാർശ്വയിലേക്കായാലും എല്ലാവർക്കും ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം സ്വാധീനമെന്ന് ഒരിക്കലും നമുക്ക് പറയാനാവുകയില്ല. 3 രാഷ്ട്രീയ പാർട്ടിക്ക് ഒരേപോലെ സ്വാധീനമാണ്. പക്ഷേ ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ, ഇവിടുത്തെ മണ്ഡലത്തിൽ എത്രത്തോളം തൃപ്തരാണ് ജനങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആവശ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ തുടർച്ചയാണോ, എന്താണ് എന്നറിയും. ചേട്ടാ, എങ്ങനെയാ വട്ടിയൂർക്കാവ് ഇവിടെ വോട്ടർ തന്നെയാണ്? വട്ടിയൂർക്കാവ് തട്ടകമാണ്. എന്താണ് ഇവിടെ ഈ വട്ടിയൂർക്കാവ് തൃപ്തനാണോ? ഈ ഇവിടുത്തെ MLA സിറ്റിംഗ് MLA ആണ്, തൃപ്തനാണോ? സംശയം തോന്നുന്നു. ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം MLAക്ക് വേണ്ടി വർക്ക് ചെയ്തതാണ്, ആര് മുരളീധരന് വേണ്ടി വർക്ക് ചെയ്തതാണ്. അപ്പം മുരളീധരൻ ആർക്കും ഇഷ്ടമില്ലാത്ത കാരണം ഇവിടുന്ന് കളഞ്ഞിട്ട് പോയി. ഇവിടെ ബ്രോ തന്നെയാണ്, ഒരു സംശയം വേണ്ട. പ്രശാന്ത് ജയിക്കും, നല്ല ഭൂരിപക്ഷം ജയിക്കും. പ്രശാന്തിന് ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല, ഒരു സംശയം വേണ്ട. എന്ത് പറ്റിയാലും ഏത് പറ്റിയാലും അത്രയും നല്ല വികസന മട്ടുകളുണ്ടാക്കി വെച്ചിരിക്കുകയാണ് പ്രശാന്ത്. വലിയ വികസനമാണ്, നല്ല രീതിയിലുള്ള വികസനം. എത്ര കോടി രൂപ ഇത് കണ്ടില്ലേ? 2.5 ഏക്കർ അടുത്ത മാസം പണി തുടങ്ങിയാണ്. അടുപ്പിൽ കാണാം, ആ സ്ഥലം കാണാം. 2.5 ഏക്കർ. അവിടെ എന്താണ് പണി നടക്കുന്നത്? 189 കടകൾ കുടിയൊഴിപ്പിച്ചില്ലേ, എല്ലാ കടകൾക്കും വേണ്ടി ചെയ്തതാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇവിടെ മുരളീധരൻ നിന്നെങ്കിൽ മുരളീധരൻ സീറ്റായിരുന്നു. പക്ഷേ മുരളീധരൻ കളഞ്ഞിട്ട് വേണ്ടി ജനങ്ങൾ അംഗീകരിക്കില്ല. പിന്നെ ശ്രീലേഖ ഈ 2-ൽ ആരെങ്കിലും ആൾ 3-ാം സ്ഥാനം പോകും. 2-ൽ ആരെങ്കിലും 3-ാം സ്ഥാനം പോകും, അത് ഉറപ്പാണ്. അതെ, ഈ ഇതിനകത്ത് പലപ്പോഴും ഈ ഒരുപക്ഷെ ഉണ്ടായിരുന്ന സിറ്റി മണ്ഡലം കളഞ്ഞു പോയതിന്റെ ഒരു വിമർശനമൊക്കെ ആളുകൾക്കുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ വോട്ടറാണോ? എങ്ങനെയാ വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പിനൊക്കെ PK ജയിക്കും, പ്രശാന്തിനെ ജയിക്കും. പിന്നെ കോൺഗ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ, കോൺഗ്രസ് മുരളീധരനെ പറ്റി പറയുകയാണെങ്കിൽ 2.5 വർഷം കൂടുതലത്തെ ആൾക്കാരെ പറ്റിച്ചിട്ട് MP സ്ഥാനത്തിന് പോയി അവിടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരികയാണെങ്കിൽ മന്ത്രിയാവും എന്നുള്ള വ്യാമോഹത്തിലാണ് പോയത്. അത് ജനങ്ങളെ പറ്റിച്ചിട്ട് പോയതാണ്. അത് ഒരിക്കലും അത് തെറ്റായ അഭിപ്രായമാണ്, അത് ശരിയായിട്ടുള്ള ഇതല്ല. അങ്ങനെ തീർച്ചയായും ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് അഭിപ്രായങ്ങളൊക്കെ. എന്തായാലും ഈ ചായക്കടയ്ക്ക് അകത്ത് കയറി നോക്കാം, ചായക്കടയിൽ അകത്തുള്ളവർക്ക് എന്താണ് പറയുന്നതെന്ന്. കാരണം എപ്പോഴും ഈ ചർച്ചകളൊക്കെയും ഇവിടെ കുറച്ചൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കുണ്ട്. ചേട്ടാ, ചായക്കടയിലെ മുതലാളിയാണ്. ചേട്ടാ, ഓക്കെ അല്ലേ? ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണ്? ചേട്ടന് സംസാരിക്കാനായി ഒരു അൺഫിൽട്ടാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായതോടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം വോട്ടർമാരും ഏറെ ആവേശത്തിലാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാറ്റത്തിനും തുടർച്ചയ്ക്കും പുതിയ പരീക്ഷണത്തിനും മനസ്സ് പങ്കുവച്ച് ആലപ്പുഴയിലെ വോട്ടർമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നഗരത്തിലെ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. UDF വരും, കാരണം UDF വരണം. ഇടതുപക്ഷത്തിൻ്റെ ഭരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം
അത് അറിയാവുന്നവർക്കറിയാം. പിന്നെ UDF വരും, BJP എല്ലാം പ്രഹസനം മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ അവിടെ കേന്ദ്രമൊക്കെ സർവീസ് ചെയ്തിട്ടുള്ളത്. LDF തന്നെ വരട്ടെ. മുഖ്യമന്ത്രി ആരാ? പിണറായി തന്നെ ഇരിക്കും. LDF തന്നെ. മുഖ്യമന്ത്രി ആരായിരിക്കും? പിണറായി വിജയൻ. കേരളത്തിൽ ഇപ്പം നമ്മുടെ അറിവിൽ എൻ്റെ ഒരു വിലയിരുത്തൽ ഒരു UDF വരുമെന്നാണ് പൊതുവെ ഒരു സംസാരം. ഒരു 15 സീറ്റ് BJPയും ബാക്കി അവർ രണ്ടും കൂടി പങ്കെടുക്കും. LDF UDF കൂടി പങ്കെടുക്കും. കേരളത്തിലെ അറിയാൻ പറയത്തിട്ട് ഇവിടുത്തെ കാര്യം പറയാം. ഇത്ര നന്നായിരിക്കുന്ന പറയുന്നത് ഉറപ്പാണ്. പുള്ളി നല്ല കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കും. കേരളം ആര് പിരിക്കുന്നു? ഇടത് ഉറപ്പ്. ആരാണ് മുഖ്യമന്ത്രി എന്ന് ആഗ്രഹിക്കുന്നത്? വീണ്ടും പിണറായി തന്നെയാണ്. എന്താണ് അങ്ങനെ ഒരു അഭിപ്രായത്തിന്? നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നു. വീണ്ടും ആഗ്രഹമുണ്ട്. UDF. ഇത്തവണ കേരളം BJP ഉറപ്പാണ്. അങ്ങനെ പറയാൻ കാര്യം? പുതിയ തരംഗം, അങ്ങനെ മോദി തരംഗം. അപ്പോൾ ആര് മുഖ്യമന്ത്രി ആണെന്ന് ആഗ്രഹം? ശോഭാജി. BJP വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ലോകത്തിന് വേണ്ടി എല്ലാം നല്ലത് ചെയ്യുന്നുണ്ട്. സ്വന്തം കാര്യം ചിന്താവാന്നുള്ള കണക്കുള്ള അവൻ്റെ വയർ വീർപ്പിക്കാന്നുള്ള. കുട്ടിക്കാലത്തെ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവച്ച് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചനാനിയൻ തൻ്റെ പിതാവ് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയത്തിൽ സജീവമായതും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതുമെല്ലാം ഓർക്കുകയാണ് താമരശ്ശേരി രൂപത ബിഷപ്പ്. ഒരുപാട് തിരഞ്ഞെടുപ്പ് കാലത്തെ അനുഭവവും ഓർമ്മയും ഒക്കെ ഉണ്ടാവും. പിതാവിൻ്റെ ഓർമ്മയിലൊരു വോട്ടോർമ്മ, നിറഞ്ഞു നിൽക്കുന്നൊരു വോട്ടോർമ്മ എന്താണ്? അവിടെ മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ആദ്യം അവിടെ വോട്ടിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി വരുന്നതും കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം. അപ്പോഴായിരുന്നു ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ കുട്ടിക്കാലത്തുള്ളതാണ്. അങ്ങനെ അന്ന് അവിടെ ഒരു 200 വോട്ടെങ്കിലും കാണുകയുള്ളൂ. ഞങ്ങളുടെ ആ പ്രദേശത്ത് 200-300 വോട്ടേ ഉള്ളൂ. എൻ്റെ പിതാവ്, എൻ്റെ ചാച്ചൻ ഈ രാഷ്ട്രീയ രംഗത്ത് സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. രാമപുരത്തു നിന്നാണ് ഞങ്ങളിവിടെ വന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കോൺഗ്രസ് സജീവമായിരുന്നില്ല, പാർട്ടിയൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നീടുണ്ടായിരുന്നത് കേരള കോൺഗ്രസ് ആയിരുന്നു. കേരള കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തനത്തിൽ ചാച്ചൻ പിന്നീട് ഇൻവോൾവായി. 1970കളിലാണ്, സെക്കൻഡ് ഹാഫിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. ഞങ്ങളുടെ ആ പ്രദേശത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ ഒരു ടീച്ചറാണ്, അധ്യാപികയാണ്. അവർക്ക് രാഷ്ട്രീയം എന്നുള്ളത് അടുത്തുകൂടെ പോയിട്ടില്ല, പരിചയവുമില്ല. എൻ്റെ ചാച്ചൻ നിർബന്ധിച്ചിട്ട് കേരള കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവരെ നിർത്തുമ്പോൾ അതിൻ്റെ ചർച്ചകൾ, അതിന് പിന്നിലുള്ള പ്രയത്നം, ഇത് വോട്ടോർമ്മയായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ നന്നായിട്ട് നിൽക്കുകയാണ്. ആകെ 200 പേരുണ്ട് ഇന്ന്. പക്ഷേ ആരോ എഴുതി കൊടുക്കുന്ന മുദ്രാവാക്യങ്ങളാണല്ലോ ഇവർ വായിക്കുന്നത്. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, നാളെ കള്ളം പറയരുത്. ആകെ 50 പേരേ ഉള്ളൂ. അപ്പം അത് പറഞ്ഞ് ആകെ 50 പേരേ ഉള്ളൂ. അപ്പോൾ കുടയുടെ സ്വതന്ത്രയായിട്ടായിരുന്നു പ്രവർത്തിച്ചത്, ചിഹ്നത്തിലല്ല. ഒരു രാഷ്ട്രീയ പിന്തുണ ഉണ്ടായിരുന്നു. കുടയായിരുന്നു അടയാളം. അപ്പോൾ ആ കുട അടയാളത്തിൽ വോട്ട് ചെയ്യുക, മൈക്കിലൂടെ അതിന് ജീപ്പിലൂടെ അതിന് അനൗൺസ്മെൻറ്റ്, അതിൻ്റെ പിന്നിലുള്ള ആളുകൾ. ആ വോട്ടെടുപ്പിൽ ഈ സ്ഥാനാർത്ഥി, എൻ്റെ ചേച്ചി 50 വോട്ടിനാണ് ജയിച്ചുള്ളൂ. 50 വോട്ടേ ഉള്ളൂ. ഈ 50 വോട്ട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അവർ വളരെയധികം എൻ്റെ ചാച്ചൻ കഷ്ടപ്പെട്ടത് ഞാൻ ഓർക്കുന്നു. വെണ്ടേക്കുംപോയിൽ ഭാഗം, ആ ഭാഗത്ത് നിന്നുള്ള ആളുകൾ കൂടി അവിടെ വരണമായിരുന്നു. അന്നൊരു നിയമം ഉണ്ടായിരുന്നു, ആളുകളെ ആരെയും വാഹനത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് വെണ്ടേക്കുംപോയിൽ നിന്ന് വന്ന ആളുകളെ ഒരു 2 കിലോമീറ്റർ അകലെ കൊണ്ട് അവിടെ ഇറക്കി. വെണ്ടേക്കുംപോയിൽ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അകലെയാണല്ലോ. 2 കിലോമീറ്റർ അകലെ കൊണ്ട് ഇറക്കി. അതിനുശേഷം നടന്നു വരികയാണ്. പക്ഷെ തിരികെ ചെല്ലുമ്പോഴേക്കും എതിരായിട്ടുള്ള ആളുകൾ ജീപ്പിൻ്റെ ടയറിൻ്റെ കാറ്റൊക്കെ അഴിച്ചു വിട്ടിരുന്നു. അങ്ങനെ വോട്ടിനെ സംബന്ധിച്ചുള്ള ഓർമ്മ അതാണ് എനിക്ക്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്.
വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ കണ്ട ആഴ്ചയായിരുന്നു കടന്നുപോയത്. വളരെ സമ്മിശ്രമായ വ്യാപാര ദിനങ്ങൾ, ചില ദിവസങ്ങളിൽ നേട്ടം, ചില ദിവസങ്ങളിൽ നഷ്ടം. വിപണിയുടെ ഓരോ ഉയർച്ചയിലും നിക്ഷേപകർ വിറ്റുമാറുക എന്നുള്ളൊരു പ്രവണതയാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത്. പല ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. ചില ദിവസങ്ങളിൽ 8,000-9,000 കോടി എന്നുള്ള നിലവാരത്തിലേക്ക് അവരുടെ വിൽപ്പനയുടെ തോത് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ ഇടപെടലാണ് ഒരു പരിധിവരെ വിപണിയുടെ വീഴ്ചയെ പ്രതിരോധിക്കാനായത്. വ്യാപാരത്തിനിടെ 22,900 എന്ന നിലവാരത്തേക്ക് മുൻനിര സൂചിയായി നിഫ്റ്റി എത്തിയെങ്കിൽ കൂടിയും അത് മറികടന്നുകൊണ്ട് 23,100 എന്ന നിലവാരത്തിന് മുകളിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഓഹരികളിൽ വലിയ തോതിലുള്ള വിൽപ്പന പ്രകടമായിരുന്നു, പ്രത്യേകിച്ചും സ്വകാര്യ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു വിൽപ്പന. എന്നാൽ പൊതുമേഖലാ ബാങ്കുകൾക്ക് കാര്യമായ ഒരു വിൽപ്പന ഏറ്റതുമില്ല. മൊത്തത്തിൽ ബാങ്കിങ് സൂചിയിൽ ഒരു നഷ്ടം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒട്ടുമിക്ക മേഖലകളിലും വിൽപ്പനയുടെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കൽ വിപണി തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ക്രൂഡ് ഓയിൽ വിലയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളാണ് ഒരു പരിധിവരെ വിപണിയെ ഇപ്പോൾ സ്വാധീനിക്കുന്നതും. എണ്ണവില കൂടുന്നത് രാജ്യത്തെ പണപ്പെരുപ്പം കൂട്ടിവെക്കുമെന്നുള്ള ഒരു ആശങ്ക നിലവിലുണ്ട്. തിരിച്ചുവരും ഇടവേളയ്ക്ക് ശേഷം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വനിതാ സ്ഥാനാർത്ഥികൾ പേരിന് മാത്രമാണ്. എന്തുകൊണ്ട് സ്ത്രീകളെ തഴയുന്നു? കാണാം വനിതാ ജംഗ്ഷൻ. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. വാദപ്രതിവാദങ്ങളുമായി മുന്നണികൾ സജീവമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒന്നുണ്ട്, സ്ത്രീ സ്വാതന്ത്ര്യം, തുല്യത വാദിക്കുന്ന മുന്നണികളിൽ ഇത്തവണയും മത്സരരംഗത്ത് സ്ത്രീ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്നത്. പുതുമുഖങ്ങളുടെ അല്ലെങ്കിൽ യുവത്വം എത്രമാത്രം? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇത്തവണ ഒരു വനിതാ മുഖ്യമന്ത്രി പോട്ടെ, ഒരു ആഭ്യന്തരമന്ത്രിയെങ്കിലും ഉണ്ടാകുമോ? ഈ വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിന് ഒരു ആഗ്രഹം മാത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ സാക്ഷരതയിലും അതുപോലെ തന്നെ പുരോഗമനത്തിലൊക്കെ ഏറെ മുന്നിലാണ് കേരളം എന്ന് പറയുമെങ്കിൽ കൂടി ഇതുവരെ നമുക്കൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ പല കാലങ്ങളിലായിട്ട് പല വനിതാ നേതാക്കളും വനിതാ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ KR ഗൗരിയമ്മ, അതുപോലെ തന്നെ സുശീല ഗോപാലൻ, ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നതായിരുന്നു KK ശൈലജ ടീച്ചർ. പക്ഷേ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഒരു സ്വപ്നം മാത്രമാണ്. നമുക്ക് ഇപ്പം കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 3 മുന്നണികളാണുള്ളത്. അതിൽ ഇപ്പോൾ NDA എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാനില്ല. നേതാക്കന്മാർ അടികൂടി വളർന്നു വരുന്നതേ ഉള്ളൂ. അവിടെയും ഒരു ശോഭ മാത്രമേ ഉള്ളൂ. ഇനി LDFലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പിളി പറഞ്ഞതുപോലെ ഒരു KK ശൈലജയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ക്യാപ്റ്റൻ വീണ്ടും പിണറായി വിജയൻ തന്നെയാണ്. ഇനി കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞതുപോലെ ആദ്യം അവർ തമ്മിലൊരു തീരുമാനത്തിലെത്തണം, ആരാണ് പ്രതീക്ഷിക്കുന്ന വകയില്ല. അതെ. പക്ഷേ ഇവിടെയൊക്കെയും എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ പേര് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനായി ഒരു വളർന്നു വരാൻ ഒരു വനിതയെ എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത് എന്നൊരു ചോദ്യം ബാക്കിയാണ്. കാരണം വനിതാ മതിലും അതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ നേതൃത്വത്തിലേക്ക് ഒരു വനിതയെ കൊണ്ടുവരാത്തത്? KK ശൈലജയൊക്കെ നമുക്കറിയാം, വോട്ട് പേഴ്സൻറ്റേജ് എത്രത്തോളം കൂട്ടിയ ആളാണ്. ഒരു അത്രയും ജനകീയമായ ഒരു നേതാവായി വളർന്നു വരികയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നേതൃതലത്തിലേക്ക് ഒരു വനിതയെ ഇവരാരും കൊണ്ടുവരാത്തത്? എന്തുകൊണ്ടാണ് ഒരു നേതൃപാടവത്തിലേക്ക് ഒരു സ്ത്രീ വരാത്തത് എന്നുള്ളത്. പക്ഷെ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടികളും ഉണ്ട്, അതുപോലെ തന്നെ സമൂഹവും അങ്ങനെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ നേതൃനിരയിലേക്ക്, പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രി പോയിട്ട് നമ്മൾ ഈ പറയുമ്പോൾ പോലും സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും എത്ര MLA-മാർ നമ്മുടെ നിയമസഭയിലുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ നമ്മളെ രാജ്യതലസ്ഥാനം ഭരിക്കുന്നത് ഒരു വനിതാ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കഴിഞ്ഞ
കുറേ വർഷങ്ങളായിട്ട് ആണ്. പിന്നെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി, ഇങ്ങനെ ചുരുക്കം ചിലരല്ലാതെ ആരും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാലത്ത് ജയലളിത. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഒരു നാട് കൂടിയാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും നമ്മൾ ഇന്ത്യ നോക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. പിന്നെ കുറച്ചും കൂടി രാഷ്ട്രീയ പ്രബുദ്ധതയും അതേപോലെ വിദ്യാസമ്പന്നരും പിന്നെ തെരഞ്ഞെടുപ്പിനെ വളരെ വ്യത്യസ്തതയോടെ വീക്ഷിക്കുന്ന ഒരു കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം വീക്ഷിക്കുന്ന ഒരു വിഭാഗം ജനതയും ഉള്ള ഒരു നാടാണ് കേരളം. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ നേതൃപാടവത്തിലേക്ക് വനിത വരുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഈ നിയമസഭയിൽ കുറയുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീ സംവരണം എന്നുള്ളത് ആദ്യം നടപ്പാക്കിയൊരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് 2010. പക്ഷെ അതിപ്പോഴും അതുപോലെ തന്നെ ഏകദേശം നടപ്പാക്കുന്നുണ്ട്. പക്ഷെ നിയമസഭയിലേക്ക് വരുമ്പോഴാണ് അത് പേരിന് മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. നിലവിലാകെ 12 MLA-മാരാണുള്ളത്. ഇപ്പം ഇനി 16ാം നിയമസഭയിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ എത്രത്തോളം നമ്മൾ ഈ പറയുന്ന പോലെ പ്രതീക്ഷയ്ക്ക് വലിയ വകയൊന്നുമില്ലാത്തൊരു സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്, അല്ലേ? അതെ, വളരെ ശരിയാണ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥാനാർത്ഥി പട്ടിക നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര മതിപ്പുള്ളത് സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗിലാണ്. കാരണം മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 27 സ്ഥാനാർത്ഥികളിൽ 2 വനിതകളുണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം വനിതയും ഉണ്ട്, വേറൊരു മതത്തിൽപ്പെട്ടൊരു ആളും. നമുക്കത് ഭയങ്കര മുസ്ലിം ലീഗ് അത്രയും കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ 8 യുവാക്കളാണ്. ശരിക്കും വിസ്മയിപ്പിച്ചത് മുസ്ലിം ലീഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ 55 സീറ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 9 സീറ്റുകളാണ് വനിതകൾക്ക് ലഭിച്ചത്. അതായത് ഇവിടെ എവിടെയാണ് അത്ര സ്ത്രീ പ്രാതിനിധ്യം ഉള്ളത്? അതിൽ ജയസാധ്യതയുള്ള എത്ര സീറ്റുകൾ ഉണ്ട് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതെ, ജയസാധ്യത ഉള്ള മണ്ഡലങ്ങൾ എപ്പോഴും ഈ പുരുഷ കേന്ദ്രീകൃതമാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി 2ാം ഘട്ട പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 37 വനിതകൾ ഇല്ല. അപ്പോൾ വനിതകൾക്കൊരു റോളും അതിനകത്ത്. കോൺഗ്രസിന് 2ാം പട്ടികയിൽ വനിതാ സ്ഥാനാർത്ഥികളെ കാണാനില്ല. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് ആശ്ചര്യമുണ്ടാക്കിയ കാര്യമാണ്. ഇനി നമുക്ക് അവിടെ നിന്ന് CPM-ലേക്ക് വരാം. CPM-ൽ ആദ്യം തന്നെ ഞങ്ങളെല്ലാം റെഡിയാണ്, നേരിടാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞ് 81 പേരുടെ പട്ടിക മൊത്തം പ്രസിദ്ധീകരിച്ചു. അതിൽ ആകെയുള്ളത് 10 വനിതകൾ. അപ്പോൾ ഇതിലെവിടെയാണ് ആ 10 വനിതകളിൽ 2 പേര് ബന്ധു നിയമനത്തിന്റെ പേരിലാണെന്ന് പറയാം. ഒന്ന് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ ഭാര്യ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, ഒന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമല ടീച്ചർ തളിപ്പറമ്പിൽ മത്സരിക്കുന്നു. ബാക്കി മത്സരരംഗത്തുള്ളവരൊക്കെ നിലവിൽ കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ചവരാണ്. ഇപ്പം നമ്മൾ ആരോഗ്യമന്ത്രി വീണ ജോർജ്, U പ്രതിഭ MLA ഒക്കെ. പക്ഷെ അതിലും പുതുമുഖങ്ങൾക്ക് ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ പുതിയ വനിതകൾക്കായാൽ എത്രത്തോളം പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. CPM ആണ് ഏറ്റവും കൂടുതൽ വനിതകളെ ഈ പുരോഗമനവും അതുപോലെ തന്നെ നവോത്ഥാനവും ഒക്കെ പറയുന്ന ഒരു പാർട്ടി. പക്ഷെ അവർക്കും നിലവിൽ പുലർത്തിപ്പോരുന്ന അതേ ഈ കീഴ്വഴക്കങ്ങൾ തന്നെയാണ് അവരും പുലർത്തി പോന്നിട്ടുള്ളത്. അതാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു പട്ടികയിലും കാണാൻ സാധിച്ചത്. ഇനി CPI-യിലേക്ക് വന്നു കഴിഞ്ഞാലും 25 പേരുടെ പട്ടികയിൽ 5 വനിതാ സ്ഥാനാർത്ഥികളാണ്. അതിലും ഈ മത്സരിച്ച ആളുകൾ തന്നെ, മന്ത്രിമാർ തന്നെ വീണ്ടും മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് CPM-ലെ അവസ്ഥ, CPI-യുടെ അവസ്ഥ. ഇനി BJP NDA-യിലേക്ക് വന്നു കഴിഞ്ഞാലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. പേരിന് മാത്രം വനിതകൾ അങ്ങും ഇങ്ങും ഉണ്ടെന്ന് മാത്രം. അതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഏറ്റവും വിജയസാധ്യത കൽപ്പിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഉയർത്തി കാണിക്കാൻ ആകെ ഒരു വനിതാ നേതാവ് മാത്രമേ ഉള്ളൂ. അതും പൊരുതി നേടി വന്നതാണ്. ഈ എല്ലാ അടിച്ചമർത്തിപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു. പക്ഷെ അവിടെ നിന്നൊരു ഫിനിക്സ് പക്ഷിയെ പോലെ പാർട്ടിക്ക് അകത്തു നിന്നുള്ള ഈ കലഹങ്ങൾക്കിടയിലും ഉയർന്നു വന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഈ പേരിന് മാത്രമേ വനിതാ ഒരു പ്രാതിനിധ്യം ഉള്ളൂ. അതായത് ഈ 3 മുന്നണികളും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും വനിതകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതിലെനിക്ക് തോന്നുന്നു ഈ മുസ്ലിം ലീഗിനെയാണ് എല്ലാവരും എപ്പോഴും നമ്മൾ ഈ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ എപ്പോഴും യാഥാസ്ഥിതിക ചിന്താഗതി എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും നിലനിർത്തുന്നത് മുസ്ലിം ലീഗിനെയാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു കാലാനുസൃതമായ മാറ്റത്തിലേക്ക് വന്നിട്ടുള്ളത്, അതായത് ഐശ്വര്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 വനിതകൾ, അതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു മതേതരത്വം അവർ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പുതുമുഖങ്ങൾ, വളരെ സീനിയറായ 2-3 ലീഡേഴ്സിന് മാത്രമാണ് അവർ ടേം വ്യവസ്ഥ ബാധകമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കാലത്തിനനുസൃതമായ ഒരു പട്ടികയിലേക്ക് കടന്നിട്ടുള്ളത് ലീഗ് മാത്രമാണ് എന്നുള്ളതാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. വളരെ ശരിയാണ്. അതാണ് നമുക്ക് ഈ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ആ പട്ടിക കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ
മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഒരു യുവ പ്രാതിനിധ്യവും കുറവാണ്, കൂടാതെ സ്ത്രീകൾക്കും പ്രാതിനിധ്യം കുറവാണ്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എവിടെയാണ് ഈ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ എപ്പോഴും പുരുഷ കേന്ദ്രീകൃതമാണ്. ഈ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഈ മത്സരിക്കുമ്പോൾ അവിടെ മറ്റു പാർട്ടികൾ നിർത്തുന്നത് സ്ത്രീകളെ ആയിരിക്കും. കാരണം എന്തായാലും തോക്കുമല്ലോ. അപ്പം തോൽവി സാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളിലാണ് സ്ത്രീകൾ എപ്പോഴും പരിഗണിക്കാറ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ കെ ശൈലജയുടെ കാര്യം. 2016 വിജയിച്ചു. അതിനുശേഷം ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വലിയ രീതിയിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു മന്ത്രിയായിരുന്നു കെ ശൈലജ. പക്ഷേ ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പേരാവൂർ എന്ന മണ്ഡലത്തിലേക്കാണ് കെ ശൈലജ ടീച്ചർ മാറ്റിയതും. അതും CPM ഒരു വെല്ലുവിളി പോലെയാണ്. അതായത് അവർക്ക് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ടീച്ചറെ അവിടേക്ക് മത്സരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി ഒരേ മണ്ഡലത്തിൽ 3 തവണ മത്സരിക്കുമ്പോൾ കെ ശൈലജയെ പോലുള്ള CPMലെ വനിതയിൽ, അതായത് കേരള രാഷ്ട്രീയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവിനെ ഇതേപോലെ മണ്ഡലം മാറ്റി അവരെ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടും. അത് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടിയാണോ അതോ ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ വെച്ചത് അവസാനിക്കുമല്ലോ എന്ന പ്രതീക്ഷയാണോ? കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന നിലയിലാണ് അവിടെ കെ ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിന് മുൻപ് സണ്ണി ജോസഫിനോട് മത്സരിച്ച സമയത്ത് തോറ്റിരുന്നു. അതെ. അപ്പോൾ ഇപ്രാവശ്യം 3000 സംതിങ് വോട്ടുകൾക്കാണ് തോറ്റിട്ടുള്ളത്. പക്ഷേ ഇനി അവിടെ നിന്ന് കൂത്തുപറമ്പിലേക്ക് വരുമ്പോഴേക്കും 12,000-ലധികം വോട്ടുകൾക്കാണ് ശൈലജ ടീച്ചർ ജയിക്കുന്നത്. അതിനുശേഷം ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പേരെടുത്തതിന് ശേഷം 60,000-ലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത്. അത് അത്രത്തോളം ജനപിന്തുണയുള്ള നേതാവാണ് എന്ന് മനസ്സിലാക്കി. പക്ഷേ അപ്പോഴും മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുള്ളത് ശരി തന്നെയാണ്. അതിനുശേഷം വീണ്ടും വരുമ്പോൾ മട്ടന്നൂർ മാറി പേരാവൂരിൽ മത്സരിക്കുന്നു. ആദ്യം തോറ്റ ജനപിന്തുണയുള്ള നേതാവിനെ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിപ്പിച്ച് തോറ്റിട്ടുണ്ട്. അതായത് ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിച്ച് ഷാഫി പറമ്പിലിനോട് തോക്കുന്നു. അങ്ങനെ ഒരു ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമേജിലൊരു വനിതാ നേതാവിനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമോ ആ രീതിയിലൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏത് പാർട്ടിയിലായാലും കാണുന്നത്. പക്ഷേ കണ്ണൂരിൽ തന്നെ ധർമ്മടത്തെടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അവിടെ തന്നെയാണ്. ഈ മാറി നിന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇനി വിജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിൽ നിന്ന് പരീക്ഷിക്കാനോ അത്തരം കാര്യങ്ങൾക്കൊന്നും ധൈര്യം വന്നിട്ടില്ല. പക്ഷെ അവിടെയും പരീക്ഷിക്കുന്നത് ശൈലജ ടീച്ചറെ പോലെ ജനകീയയായ ഒരു നേതാവിനെ തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് സ്ത്രീകളുടെ അവസ്ഥ പൊതുവേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ CPMൻ്റെ CPIയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് RSP. ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും, ഒരൊറ്റ വനിതാ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് RSPയുടെ. അങ്ങനെ വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ, 5 സീറ്റേ ഉള്ളൂ. പിന്നെ അതിൽ CMP അല്ല RMP KK രമ മത്സരിക്കുന്നുണ്ട് വടകര. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ഒട്ടും പ്രാതിനിധ്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ഒരു ആശയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്കോ ഒന്നും വകയില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ ഈ സ്ത്രീകളെ നമ്മളെ ജനസംഖ്യയിൽ പകുതിയിലധികം സ്ത്രീകളുള്ളൊരു നാടാണ് കേരളം. അതായത് 52% സ്ത്രീകളാണെന്ന് പറയുന്നു. 33% സംവരണം നടപ്പാക്കുകയും അത് നിയമമാവുകയൊക്കെ ചെയ്തു. പക്ഷേ അങ്ങനെയാണെങ്കിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 47 വനിതാ MLA-മാരെങ്കിലും നമ്മുടെ നിയമസഭയിൽ ഉണ്ടാകണം ആ കണക്കനുസരിച്ച്. പക്ഷേ അതെന്തുണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ. 1957 നമ്മുടെ സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ 6 വനിതാ MLA-മാരാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ ഈ 2026 എത്തുമ്പോഴും 12 പേര് മാത്രമാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഈ പറയും പോലെ ഒരു 47 എന്ന് കേരളം എത്തുമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഒരു യുവജനതയുടെ സാന്നിധ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്ററുകളിലൊക്കെ ചില ആളുകൾ ഒട്ടിക്കുന്നത് പോലെ ഈ കടൽ കിഴവന്മാരെ കൊണ്ട് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോസ്റ്ററുകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെയാണ് യുവാക്കൾക്കൊരു അല്ലെങ്കിൽ യുവജനതയുടെ പ്രാതിനിധ്യവും തീരെ കുറവാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി വളർത്തിയെടുക്കാൻ അതിന് പിന്നിൽ ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് അണികൾ പ്രവർത്തിക്കും. പക്ഷേ എല്ലാവർക്കും സീറ്റ് കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായ കാര്യമല്ല. പക്ഷേ കോൺഗ്രസിലാണെങ്കിലും ശരി തന്നെയാണ്. ഈ CPM-ൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് അത്രയധികം നടക്കില്ല. കാരണം അതങ്ങനെ ആ പാർട്ടിയുടെ ഒരു രീതി അതായതുകൊണ്ട്. പക്ഷേ കോൺഗ്രസിൽ എല്ലാവർക്കും ശബ്ദമുയർത്താനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മത്സരിക്കണം, അതെല്ലാവരും പരസ്യമായി പറയും. അത് വലിയൊരു അടിയിലേക്ക് കലാശിക്കും. പിന്നെ അങ്ങോട്ട് ചാട്ടം ഇങ്ങോട്ട് ചാട്ടം മറുകണ്ഠം ചാട്ടമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് പക്ഷെ അവിടെയും ഈ യുവാക്കൾക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. അവിടെയും വ്യത്യസ്തമാകുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. പിന്നെ BJP-യുടെ കാര്യം പറയുകയാണെങ്കിൽ BJP-ക്കും സ്ഥാനാർത്ഥികളെ, ജനകീയനായ ഒരു സ്ഥാനാർത്ഥി സത്യം പറഞ്ഞാൽ മറ്റു മണ്ഡലങ്ങളിൽ കിട്ടാനില്ല. ഈ നേമത്താണെങ്കിലും പാലക്കാടൊക്കെ പോലെ അല്ലെങ്കിൽ മഞ്ചേശ്വരം പോലെ നമുക്കൊരു ജനകീയായ നേതാക്കന്മാരുണ്ടെങ്കിലും മറ്റുള്ള മണ്ഡലങ്ങളിൽ
ഈ അവിടെ പ്രവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ അവിടെ പാർട്ടിയുടെ സ്വാധീനമുള്ള ആളുകളാണ് മത്സരിക്കുന്നത്. അവിടെയും യുവാക്കൾക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി നാടിന് വേണ്ടി ആരെ ജയിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പിളി ആരുടെ പേരായിരിക്കും പറയുന്നത്? ഇനി ആര് ജയിക്കണം, അല്ലെങ്കിൽ ഒരു ഇപ്പം വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിലും പ്രായോഗികതയുടെ കാര്യത്തിലാണെങ്കിലും ആര് ജയിക്കണം എന്നാണ് അമ്പിളിയുടെ ഒരു ആഗ്രഹം? നമ്മളെപ്പോഴും ഏത് പാർട്ടി ആയാലും, ഇപ്പം ഇടതുമുന്നണി ആയാലും അല്ലെങ്കിൽ UDF ആയാലും BJP ആയാലും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും നമ്മുടെ വോട്ടർമാരാണ്. അവസാന നിമിഷം നമ്മുടെ വോട്ടർമാർ തീരുമാനിക്കും ആരാണ് ഞങ്ങളെ ഭരിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇനി കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഈ അമ്പിളി സൂചിപ്പിച്ചതുപോലെ ഇനി വോട്ട് ചെയ്യാൻ മാത്രമേ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ യോഗമുള്ളൂ അല്ലെങ്കിൽ യോഗമുള്ളൂ എന്ന് തോന്നുന്നു. കാരണം നമുക്കൊരു വനിതാ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, റവന്യൂ മന്ത്രിയൊക്കെ ഇനി ഏത് കാലത്ത് ഉണ്ടാകും? ഇനി എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ 47 MLA-മാരെ നമുക്ക് നമ്മുടെ നിയമസഭയിൽ കാണാൻ സാധിക്കും. അതിനെ നയിക്കാൻ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ ആഗ്രഹവും കൂടിയാണ്. ISL ഈ സീസണിലെ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. സ്വന്തം തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് FCയെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുക. രാത്രി 7:30 മുതലാണ് മത്സരം. 5 കളികളിൽ 4ലും തോറ്റ ടീം 1 പോയിന്റുമായി 13ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. തുടർച്ചയായി 4 തോൽവിക്ക് ശേഷം അവസാന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ കൊൽക്കത്തയിൽ സമനിലയിൽ കുരുക്കിയത് മാത്രമാണ് ആശ്വാസം. പഞ്ചാബ് 4 കളിയിൽ 5 പോയിന്റുമായി 10ാമതാണ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.